2012 ഞാൻ ഗുജറാത്തിലൂടെ ഒരു യാത്ര നടത്തി. അന്ന് നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി. അക്കാലത്ത് ഗുജറാത്ത് വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു, അത്ഭുതകരമായ പരിവർത്തനമുണ്ടാകുന്നു. നരേന്ദ്രമോദി എനിക്ക് തോന്നുന്ന ആ സമയമായപ്പോഴേക്കും 3ാമത്തെ തവണ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ വലിയൊരു തരംഗം, വലിയൊരു അത്ഭുതം ഗുജറാത്തിൽ നടക്കുന്നു എന്നൊരു ചിന്ത, അങ്ങനെ ഒരു പ്രചാരണം ഈ ഇന്ത്യ മുഴുവനുണ്ടായി. ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവനുണ്ടായി. അപ്പോൾ കേരളത്തിൽ നിന്ന് അധികം ആളുകൾ ആ സമയത്ത് ഗുജറാത്ത് കാണാൻ പോയിട്ടില്ല. ഗുജറാത്തിൻ്റെ അവിടുത്തെ ജീവിതം എങ്ങനെ, ഗുജറാത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെ, ഇതൊക്കെ ആളുകൾക്ക് കൗതുകമുള്ളൊരു വിഷയമായിരുന്നു ആ സമയത്ത്. ഇന്നത്തെ പോലെ വ്ളോഗർമാരോ യൂട്യൂബേഴ്സോ ഒന്നും ഇല്ലാത്തൊരു കാലവുമാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ബിനു, അദ്ദേഹം അവിടുത്തെ ഒരു മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹം അവിടെ ദീർഘകാലമായി ജീവിച്ചു വരുന്ന ഒരു മാധ്യമപ്രവർത്തകൻ. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ധൈര്യമായിട്ട് പോരെ, വേണ്ട കാര്യങ്ങൾക്കൊക്കെ വേണ്ട സഹായം ഞാൻ ചെയ്തു തരാം. അങ്ങനെയാണ് 2012 ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ ഗുജറാത്തിലെത്തുന്നത്, അഹമ്മദാബാദിലെത്തുന്നു. ഈ ബിനു തന്നെ എനിക്കൊരു കാറ് അറേഞ്ച് ചെയ്ത് തന്നിരുന്നു. ധൂൾ സിംഗ് എന്ന് പറയുന്ന ഒരു ഡ്രൈവറാണ് എന്നെ ഈ ഗുജറാത്തിൻ്റെ ഈ കുറച്ച് ദിവസങ്ങളിലെ കാഴ്ചകളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ധൂൾ സിംഗിന് ഹിന്ദി മാത്രമേ അറിയൂ, അദ്ദേഹം രാജസ്ഥാൻകാരനാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര ആരംഭിക്കുകയാണ്. ഈ നരേന്ദ്രമോദിയുടെ ഒരു വരവോടുകൂടിയും അവിടെ ഉണ്ടായ വാർത്താ പ്രാധാന്യത്തോടു കൂടിയൊക്കെ തന്നെയാണ് നമ്മൾ ഗുജറാത്തിനെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അതിനും ഒരു 10 വർഷം മുമ്പ് 2002 ഒരു വലിയ കലാപം ഗുജറാത്തിലുണ്ടായി, ഗോധ്ര കലാപം. വലിയ കൂട്ടക്കൊലകൾ നടന്ന ഒരു വംശീയ ആക്രമണങ്ങൾ നടന്ന ഒരു കാലഘട്ടം. സത്യത്തിൽ ഈ വംശീയ കലാപങ്ങൾ ഒക്കെ ഉണ്ടായതിന് ശേഷമാണ് ഗോധ്രയും ഗുജറാത്തും അവിടുത്തെ നരേന്ദ്രമോദി ഭരണവും ഒക്കെ രാജ്യം മുഴുവൻ എന്ന് മാത്രമല്ല ലോകം മുഴുവൻ ചർച്ചയായത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്ഥലങ്ങളിലേക്കൊന്ന് പോകണം, യഥാർത്ഥ ഗുജറാത്ത് എന്താണെന്ന് കാണണം. അത് ഈ ഒരു യാത്ര കൊണ്ടല്ല, അതിനുശേഷം പിന്നീട് ഞാൻ പല യാത്രകളിലൂടെ സഞ്ചരിച്ചാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗുജറാത്തിനെ അടുത്തറിയുന്നത്. അപ്പോൾ ആദ്യം എവിടെ നിന്ന് തുടങ്ങണം, സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ഗുജറാത്തിലെ ഏറ്റവും പ്രശസ്തനായ മനുഷ്യൻ്റെ വീട്ടിൽ നിന്ന് തുടങ്ങാൻ തീരുമാനിച്ചു. അത് നരേന്ദ്രമോദിയല്ല, മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ വീട്ടിൽ നിന്ന്, സബർമതിയിലെ ആശ്രമത്തിൽ നിന്ന് ആരംഭിക്കാം. അങ്ങോട്ട് വണ്ടി വിട്ടു. ഈ സബർമതി എന്ന് പറയുന്ന ആശ്രമത്തിൻ്റെ പേരല്ല, അതിലൂടെ ഒഴുകുന്ന നദിയുടെ പേരാണ്. ആ നദിയുടെ തീരത്താണ് സബർമതി ആശ്രമം. ഈ ഗാന്ധിജി 1915 സൗത്ത് ആഫ്രിക്കയിൽ ബാരിസ്റ്ററായിട്ട് ജോലി ചെയ്യുമായിരുന്നില്ല. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് മോശം അനുഭവങ്ങളെല്ലാം ബ്രിട്ടീഷുകാരിൽ നിന്നുണ്ടാകുന്നതും ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരോട് ചെയ്യുന്ന ക്രൂരത സൗത്ത് ആഫ്രിക്കയിൽ മാത്രമല്ല ഇന്ത്യയിൽ അതിൽ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുകയും ഇന്ത്യക്ക് ഇനി സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കുന്നത് വരെ അക്ഷീണമായി പ്രയത്നിക്കുമെന്നും അതിനുവേണ്ടി മാത്രമാണ് ഇനി ശിഷ്ടകാലമെന്നും തീരുമാനിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നത്. അങ്ങനെ തിരിച്ചെത്തിയ ഗാന്ധിജി പിന്നീട് കുറച്ചു കാലം ഇന്ത്യയെ മനസ്സിലാക്കാൻ വേണ്ടി ഉള്ള യാത്രകളിലായിരുന്നു. ഇന്ത്യയിലെമ്പാടും യാത്ര ചെയ്തു, തീവണ്ടിയിൽ പല സ്ഥലങ്ങളിലേക്ക്. മനുഷ്യരെങ്ങനെ ജീവിക്കുന്നു, ഇവിടെ എന്താണ് ഇവിടുത്തെ ഇന്ത്യയുടെ ജീവിതം, അത് അദ്ദേഹത്തിന് അതിനു മുമ്പ് വലിയ പരിചയം ഉണ്ടായിരുന്നില്ല. കാരണം ബാരിസ്റ്ററായിട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി, ഇംഗ്ലണ്ടിൽ പഠിച്ചു, അതിനു മുമ്പ് പഠിച്ചു. അപ്പോൾ അങ്ങനെയുള്ളൊരു ജീവിതമായിരുന്നു. ഒരു ഭേദപ്പെട്ട സമ്പന്ന കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ ഇന്ത്യ എന്താണെന്നറിയാതെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ സാമൂഹ്യ മേഖലയിൽ ഇടപെടാനും സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാനും കഴിയില്ല എന്ന് മനസ്സിലാക്കി ഗാന്ധിജി അങ്ങനെയാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ചിട്ടയിൽ ചില ജീവിത പരീക്ഷണങ്ങൾക്ക് നടത്താൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഒരാശ്രമ സമാനമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കണം. അദ്ദേഹത്തിനും ഭാര്യ കസ്തൂർബയ്ക്ക് വേണം, അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് അദ്ദേഹത്തിന് ചർച്ചകൾ നടത്താൻ കഴിയുന്ന സ്ഥലങ്ങൾ, അദ്ദേഹത്തിന് പ്രാർത്ഥനായോഗങ്ങൾ നടത്താൻ കഴിയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്തമായ ഫിലോസഫിക്ക് പറ്റിയൊരു സ്ഥലം വേണമെന്ന് കരുതിയാണ് അദ്ദേഹം ഈ സബർമതിയുടെ തീരത്തെ ഈ സ്ഥലം വാങ്ങുന്നത്. അവിടെ അദ്ദേഹം ചെറിയൊരു വീട് പണിതു, ആ പ്രാർത്ഥനയ്ക്കുള്ള ചില മണ്ഡപങ്ങൾ പണിതു. ഏതാനും വീടുകളുടെ ചെറിയ കെട്ടിടങ്ങളുടെ ഒരു കോംപ്ലക്സ് ആയിരുന്നു ശരിക്കും പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഈ സബർമതി ആശ്രമത്തിലേക്കാണ് കയറി ചെല്ലുമ്പം വൃക്ഷനിബിഡമായ ധാരാളം സ്ഥാപനങ്ങളുള്ള ഒരു ക്യാമ്പസ് ആയിരുന്നത്. ധാരാളം സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടുള്ളത് ഒരു മ്യൂസിയമാണ് നമ്മൾ കയറി ചെല്ലുമ്പോഴേ. അത് കഴിഞ്ഞ് നടന്ന് ചെല്ലുമ്പോൾ ആറ്റുതീരത്തേക്ക് ചെല്ലുമ്പം അവിടെ ഒരു ചെറിയ കെട്ടിടമുണ്ട്, ഉപാസന മന്ദിർ എന്നാണ് അതറിയപ്പെടുന്നത്. അവിടെയായിരുന്നു എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയത്ത് ഗാന്ധിജി പ്രാർത്ഥനായോഗങ്ങൾ വിളിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സായ ആളുകളൊക്കെ അവിടെ ചേരും, അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിക്കും, പ്രസംഗിക്കും, പ്രാർത്ഥിക്കും. അതിനുള്ള സ്ഥലമായിരുന്നു ഈ ഉപാസന മന്ദിർ. അവിടുന്ന് വീണ്ടും നമ്മൾ വലത്തോട്ട് ഇത്തിരി നടക്കുമ്പോഴത്തേക്കും ഇപ്പോൾ വളരെ മനോഹരമായിട്ട് ഒരുക്കിയിട്ടിരിക്കുന്ന ഒരു പുൽമേടൊക്കെ ഉള്ള ഒരു മുറ്റമാണ്, ചരല് വിരിച്ച മുറ്റമൊക്കെയാണ് അവിടെ. പിന്നെ ചെല്ലുന്നത് ഒരു സാധാരണ ഒരു വീട്. ആ വീടിൻ്റെ തിണ്ണയിൽ ഒരു ചർക്ക അവിടെയുണ്ട്.
ആ ചർക്കയ്ക്ക് പിന്നിൽ അദ്ദേഹം നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് നൂൽ നൂക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ മെത്തയെന്ന് പറയത്തില്ല, ഒരു ചാര് ഉള്ള ഒരു ചെറിയൊരു ഇരിപ്പിടം, അത് നിലത്ത് തന്നെയാണ്, ഒരു കുഷ്യൻ എന്ന് വേണേൽ പറയാം, അത്രേ ഉള്ളൂ, അതുണ്ട്. അപ്പോൾ അവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥിര സാന്നിധ്യം. അവിടെ അദ്ദേഹം ഈ നൂൽ നൂറ്റുകൊണ്ടിരിക്കുകയും അപ്പോൾ സന്ദർശകർ എതിർവശത്ത് വന്നിരിക്കും, അവരുമായിട്ട് ചർച്ചകൾ നടത്തും. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ടിരുന്ന ആ കാലത്തെല്ലാം രാഷ്ട്രീയ പ്രാധാന്യമുള്ള ചർച്ചകൾ അവിടെ നടന്നിരുന്നത് മുഴുവൻ. അപ്പോൾ അത് ആ തിണ്ണയിലാണ്, ആ തിണ്ണയുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെ അതിൻ്റെ പിന്നിലായിട്ട് ഗാന്ധിജി കിടന്നുറങ്ങിയിരുന്ന അദ്ദേഹത്തിൻ്റെ മുറിയുണ്ട്. അതിൻ്റെ നടുഭാഗത്തൊരു നടുമുറ്റം പോലൊരു ഭാഗമുണ്ട്. അതിൻ്റെ മറുവശത്ത് കസ്തൂർബയുടെ മുറിയുണ്ട്, ഒരടുക്കളയുണ്ട്. ഇതൊക്കെയാണ് ആ കെട്ടിടത്തിലുള്ളത്. ആ കെട്ടിടം വളരെ സിമ്പിളാണ്, പക്ഷേ വളരെ രസകരമാണ്, വളരെ ഭംഗിയായിട്ട് ഇന്നും അത് സംരക്ഷിച്ചിരിക്കുന്നു. ഗാന്ധിജി അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ചർക്കയിലെ നൂല് നൂറ്റിട്ട് ഇപ്പോൾ അങ്ങ് ഏറ്റു പോയതേ ഉള്ളൂ നമുക്ക് തോന്നും. ഞാൻ അതിലൂടെ എല്ലാം ചിത്രീകരിച്ച് നടന്നു. അപ്പോൾ അതിലൂടെ നടക്കുമ്പോൾ ഗാന്ധിജിയും ഗാന്ധിജിയുടെ ഫിലോസഫിയും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. പലപ്പോഴും ഇന്നത്തെ തലമുറയ്ക്കോ ഇപ്പോഴുള്ളവരൊക്കെ മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രതിമയായിട്ടാണ് നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത്. അത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്, നമ്മളെപ്പോലെയൊക്കെ തന്നെ ഒരു സാധാരണ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ. പ്രത്യേകിച്ച് വിശേഷണങ്ങളൊന്നും കൊടുക്കാതെ, ഒരു ആമുഖമൊന്നും പറയാതെ ഒരു പൊതുസ്ഥലത്തേക്ക് ഇറക്കി നിർത്തിയാൽ നമ്മുടെ നാട്ടിലെ ഒരു കർഷക തൊഴിലാളി നിൽക്കുന്നത് പോലെ ഒരു ഉണങ്ങിയ രൂപം, അതേ വേഷം, വസ്ത്രം, താറുവാച്ചിയ രൂപം. പക്ഷേ ആ മനുഷ്യൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പിടിച്ചൊലച്ചു എന്നുള്ളതാണ് അത്ഭുതം. അതിൻ്റെ കാരണം ഈ ചിന്തകളും ധ്യാനവും എന്ന് പറയുന്നത് ഇദ്ദേഹം ആശയങ്ങളുണ്ടാക്കുകയായിരുന്നു. അതായത് ലോകം മുഴുവൻ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട് പലയിടത്തും. സൗത്ത് ആഫ്രിക്കയിൽ പോരാട്ടം നടക്കുന്നുണ്ട്, മറ്റ് കോളനി രാജ്യങ്ങളിലൊക്കെ ഇവർക്കെതിരെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ത്യയിലും പല രീതിയിലുള്ള പ്രതിഷേധങ്ങളും പോരാട്ടങ്ങളും നടന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ആയുധങ്ങൾ ഏന്തിയുള്ള പോരാട്ടങ്ങളായിരുന്നു. ചൗരി ചൗര പോലുള്ള സംഭവങ്ങൾ, പോലീസ് സ്റ്റേഷൻ കത്തിക്കൽ, ഏറ്റുമുട്ടലുകൾ, ഇതൊക്കെ. ഗാന്ധിജിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവരെ ആയുധങ്ങൾ കൊണ്ട് നേരിടാൻ പറ്റില്ല, ഇവരുടെ സൈനിക ശക്തി കൊണ്ട് നേരിടാൻ പറ്റില്ല. കാരണം ഇന്ത്യ ഒരു സൈനിക ശക്തിയല്ല, ഇന്ത്യ ഒത്തിരി നാട്ടുരാജ്യങ്ങളുടെ ഒരു കൂട്ടം മാത്രമാണ്. കുറേ നേതാക്കന്മാർ മാത്രമേ ഇന്ത്യ എന്ന വലിയ വിശാല സ്വപ്നത്തിൽ കാര്യങ്ങൾ കാണുന്നുള്ളൂ. ബാക്കിയൊക്കെ അവരവരുടെ സുഖലോലുപതയിൽ ജീവിക്കുന്ന ചെറിയ 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 നാട്ടുരാജ്യങ്ങളാണ്. ഈ നാട്ടുരാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്നൊന്നും നിർബന്ധമില്ല. അവരപ്പോഴും രാജാവായിട്ട് ബ്രിട്ടീഷുകാരുമായ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ ജീവിച്ചു പോവുകയാണ്. അവർക്കത് മതി. അപ്പോൾ അവരുടെ പട്ടാളക്കാരെ ഒന്നും ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ കിട്ടില്ല. അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പേഴ്സണലായിട്ട് വന്നാൽ ചിലപ്പോൾ പോരാട്ടങ്ങൾക്ക് പോകുമെങ്കിലും ബഹുഭൂരിപക്ഷം നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷുകാരുമായിട്ട് സന്ധിയൊക്കെ ഉണ്ടാക്കി സുഖിച്ചങ്ങനെ കഴിയുകയാണ്. കാരണം അവർക്ക് പ്രത്യേകിച്ച് ഇവരെ കൊണ്ട് ഉപദ്രവമില്ല. ബ്രിട്ടീഷുകാരും അങ്ങനെ തന്നെ. പക്ഷേ ജനങ്ങൾക്കാണ് പ്രശ്നം. ജനങ്ങൾക്കാണ് ഒരു പുതിയ രാജ്യം, ഈ നാട്ടുരാജ്യങ്ങളെയും ഒഴിവാക്കണം, ബ്രിട്ടീഷുകാരെ ഒഴിവാക്കി ഒരു ജനാധിപത്യ സ്വഭാവമുള്ള ഒരൊറ്റ ഇന്ത്യയാക്കി മാറ്റണമെന്ന് നമ്മുടെ ദേശീയ നേതാക്കന്മാർ, ബാലഗംഗാധര തിലകനെ പോലൊക്കെയുള്ള ആളുകളാണ് അന്ന് ഏറ്റവും പ്രൊമിനൻ്റായി നിൽക്കുന്നത്. അതുപോലെ തന്നെ മോട്ടിലാൽ നെഹ്റു ഉണ്ട്, അങ്ങനെ പല നേതാക്കന്മാരും. പിന്നീടാണ് ജവഹർലാൽ നെഹ്റു ഒക്കെ പോലുള്ള ആളുകൾ, സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ളവരൊക്കെ രംഗപ്രവേശം ചെയ്തു വരുന്നത്. അപ്പോൾ ഗാന്ധിജി അതിനൊരു പുതിയ ആശയം രൂപീകരിക്കാനുള്ള വ്യഗ്രതയില്ല, അതിനുള്ള ധ്യാനം, അതിനുള്ള ചിന്ത, ആശയ രൂപീകരണം. ഒടുവിൽ അദ്ദേഹം കണ്ടെത്തിയ ഒരു മാർഗമാണ് അക്രമരഹിതമായ അഹിംസയുടെ ഒരു പാത. അതായത് നിരാഹാരം, സത്യാഗ്രഹം എന്ന് പറയുന്ന ഒരായുധം. അതായത് സ്വന്തം ശരീരം തന്നെ മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അത് വെച്ച് ബാർഗെയിൻ ചെയ്യുക. അത് വലിയൊരു തീയായി ഇന്ത്യ മുഴുവൻ ആളിപ്പടരുന്നത് അദ്ദേഹം ചില പരീക്ഷണങ്ങളിലൂടെ കണ്ടു. അങ്ങനെ അഹിംസ എന്ന് പറയുന്ന ഒരു മാർഗത്തിലൂടെ, സത്യാഗ്രഹങ്ങൾ എന്ന് പറയുന്ന മാർഗത്തിലൂടെ, സത്യഗ്രഹം എന്നാണ്, സത്യാഗ്രഹം എന്നാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്, സത്യം ഗ്രഹിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ അത് വിജയം കണ്ടു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പരീക്ഷണശാല കൂടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ സബർമതി ആശ്രമം. അപ്പോൾ അങ്ങനെ ആ സബർമതി ആശ്രമത്തിലെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഇതെല്ലാം വിശദമായിട്ട് ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യാനില്ല, പക്ഷേ ഈ കഥകളിലൂടെയാണ് പോകുന്നത്. നമുക്കിന്ന് സൗരാഷ്ട്ര എന്ന് പറയുന്ന പ്രദേശം, അതായത് ഗുജറാത്തിൻ്റെ, നമുക്കറിയാം ഗുജറാത്തിനെ കണ്ട ഏതാണ്ട് ഒരു 3 ഭാഗമായിട്ടാണ്. അതായത് റൺ ഓഫ് കച്ച് ഉൾപ്പെടുന്ന മുകളിലൊരു ഇങ്ങനെ ഒരു ഭാഗം, പിന്നെ അതിൻ്റെ താഴെ ഇങ്ങനെ ഒരു ഭാഗം, ഒരു പശുവിൻ്റെ ചെവി പോലെ ഇങ്ങനെ താഴോട്ട് കിടക്കുന്നൊരു ഭാഗം, അത് കഴിഞ്ഞ് പിന്നെ ബോംബെ ഭാഗത്തേക്ക് നീണ്ടു കിടക്കുന്ന വേറൊരു ഭാഗം, ഇങ്ങനെ ഒരു 3 ഭാഗം ചേർന്ന് അതിലെ നടുക്ക് ഈ പശുവിൻ്റെ ചെവി പോലെ ഇങ്ങനെ നിൽക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അതാണ് സൗരാഷ്ട്ര. അറബിക്കടലിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു ഭൂഭാഗം. ഈ സൗരാഷ്ട്ര മേഖലയിലെ ഒരതിരുവരെ നമുക്കിന്ന് യാത്ര ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി യാത്ര തുടരുമ്പോൾ ഞാൻ ഈ ഗാന്ധിജിയെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നത്. ഈ ഗാന്ധിജി പലപ്പോഴും നമ്മളിന്ന് ചിന്തിക്കുന്നത് പോലെ ഒരു അമാനുഷ്യനായൊരു വ്യക്തിയൊന്നും ആയിരുന്നില്ല, ഒരു സാധാരണ മനുഷ്യൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതകഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് പോലുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. നിരവധി ആളുകൾ ഗാന്ധിജിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സമകാലികർ എഴുതിയ പല പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലായിട്ടുള്ളത് ഗാന്ധിജി ഒരു സൈദ്ധാന്തികൻ, അല്ലെങ്കിൽ ഒരു
രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന നിലയിൽ ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു വ്യക്തിയാകുമ്പോൾ തന്നെ വ്യക്തി ജീവിതത്തിൽ പല പോരായ്മകളുള്ളൊരു മനുഷ്യനായിരുന്നു. ഇദ്ദേഹം അഹിംസയുടെ പാതയിലൂടെ പോയിരുന്ന ഇദ്ദേഹം ഭാര്യ കസ്തൂർബയെ പലപ്പോഴും മർദ്ദിക്കുകയും വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് പല പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് കസ്തൂർബ വഴങ്ങുന്നില്ലെങ്കിൽ പലപ്പോഴും അവരെ മർദ്ദിക്കാൻ പോലും മടിച്ചിരുന്നില്ല ഗാന്ധിജി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്വന്തം മക്കളുടെ കാര്യത്തിൽ വേണ്ടത്ര ഒരു പരിഗണനയും കൊടുത്തില്ല. അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല എന്ന് പറയുകയും അവരിൽ പലരും വഴിതെറ്റിപ്പോവുകയും അദ്ദേഹത്തിൻ്റെ മൂത്ത ഒരു മകൻ മണിലാൽ, അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളൊക്കെ വളരെ പരിതാപകരമായിരുന്നു. ലഹരിക്കടിമയായി ഗാന്ധിജിയോട് വന്ന് ഇടയ്ക്കിടയ്ക്കെല്ലാം വഴക്കുണ്ടാക്കി കുടുംബത്തിൽ വന്ന് പ്രതിഷേധങ്ങൾ നടത്തുന്ന ഒരു അദ്ദേഹത്തിൻ്റെ എക്കാലത്തെ ഒരു തലവേദനയായി മാറിയ മകൻ വരെയുണ്ട്. ഈ മണിലാലിൻ്റെ ജീവിതവും വളരെ വിചിത്രമായൊരു ജീവിതമാണ്. അപ്പോൾ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം ഈ പറഞ്ഞ എല്ലാ ഉദാത്തമായ സ്വഭാവങ്ങളിലുള്ള മനുഷ്യനായിരുന്നില്ല. അപ്പോൾ ഈ ഒരു വൈരുദ്ധ്യം എന്നെയും പലപ്പോഴും ഒത്തിരി ചിന്തിപ്പിച്ചിരുന്നു. ഇതെന്താണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും മഹാനായ ഒരു ഐക്കണായിട്ട് ഒരു ഗാന്ധിജിയെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ പരാജയങ്ങളും നെഗറ്റീവായ ഷെയ്ഡുകളും ഒക്കെ ധാരാളം ഉണ്ടല്ലോ എന്ന്. എൻ്റെ ആ സംശയം മാറ്റിത്തന്നത് സീനിയറായിട്ടുള്ള ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്. ഒരിക്കലും ഡൽഹി വെച്ച് ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഗാന്ധിജിയെ കാണേണ്ടത്, ഗാന്ധിജിയെ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഗാന്ധിജി ഈ രാഷ്ട്രത്തിൻ്റെ പിതാവായി മാറുന്നത് നല്ലൊരു ഭർത്താവ് എന്നതിൻ്റെ പേരിലല്ല, ലോകത്തിലെ ഏറ്റവും മികച്ച പിതാവ് എന്നതിൻ്റെ പേരിലല്ല, രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന നിലയിലാണ്, ചിന്തകൻ, സൈദ്ധാന്തികൻ എന്ന നിലയിലാണ്. ആ മട്ടിലാണ് ഗാന്ധിജിയെ കാണേണ്ടത്. ആ മട്ടിൽ അദ്ദേഹത്തെ കാണൂ. ഓരോ വ്യക്തിയെ നമ്മൾ അങ്ങനെ തന്നെ കാണണം. ചരിത്ര പുരുഷന്മാർ ഓരോരോ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ജനിച്ചിരിക്കുന്നത്. ആ ലക്ഷ്യം അവർ സാധ്യമാക്കിയോ എന്നത് മാത്രമേ നമ്മൾ വിലയിരുത്തേണ്ടതുള്ളൂ എന്നുള്ള പാഠം ഞാൻ പഠിച്ചത് ഈ ഗാന്ധിജിയെക്കുറിച്ച് ഈ മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യത്തിൽ നിന്നാണ്. അപ്പോൾ ഇതൊക്കെ ചിന്തിച്ച് നമ്മൾ വീണ്ടും പോകുമ്പോൾ നമ്മുടെ ധൂൾ സിംഗ് എൻ്റെ അടുത്ത് ചോദിച്ചു, സാബ് ഇവിടെ ഒരു കിണറുണ്ട്, കാണാൻ പോകുന്നോ? അപ്പോൾ ഈ കിണർ എന്താ കാണാനിരിക്കുന്നത്? ഞാൻ വിചാരിച്ചു ഈ അവിടെയൊക്കെ വെള്ളത്തിന് ക്ഷാമമുള്ള ആളല്ല, അവിടുത്തെ വെള്ളമുള്ള കിണർ തന്നെ വലിയൊരു കാഴ്ചയായിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, കിണറൊന്നും കാണേണ്ട കാര്യമില്ല, അതല്ല ഇത് ഒരു വാവാണ്. അപ്പോൾ എനിക്ക് വാവ് എന്താണെന്ന് പിടുത്തം കിട്ടിയില്ല. ഞാനപ്പോൾ ബിനുവിനെ വിളിച്ച് ചോദിച്ചു, ബിനു ഈ വാവ് എന്താണ്? അപ്പോൾ ബിനു പറഞ്ഞു അത് കാണണം കേട്ടോ, അത് നല്ലതാണ്, പടിക്കിണറുകളെന്ന് പറയുന്നത്, സ്റ്റെപ്പ് വെൽസ്. അപ്പോൾ ശരി കണ്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇദ്ദേഹം ഒരു ഗ്രാമത്തിലേക്ക് വണ്ടി വിട്ടു. ഗ്രാമത്തിൻ്റെ ഉൾപ്രദേശങ്ങളാണ്. ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാമറും ഇല്ലാത്ത കന്നുകാലികൾ മേഞ്ഞ് നടക്കുന്ന, ആടുകൾ ചെതറി നടക്കുന്ന ഒരു ഗ്രാമത്തിലെ മൺപാതയിലൂടെ കുറേ ദൂരം ഓടിയിട്ട് ഇദ്ദേഹം ഒരു പാർക്കിംഗ് ഏരിയയിൽ കൊണ്ട് വണ്ടി നിർത്തി. അവിടെ പാർക്കിങ്ങിൽ ചെല്ലുമ്പോഴാണ് കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്, ഇതൊരു എന്തോ ഒരു പ്രത്യേകതയുള്ള സ്ഥലമാണ് നമുക്ക് മനസ്സിലാകുന്നത്. അഡാലജ് എന്ന് പറയുന്ന ഒരു ഗ്രാമമാണത്. ഈ അഡാലജ് ഗ്രാമത്തിലെ പാർക്കിംഗ് വണ്ടി കൊണ്ടുപോയി നിർത്തി. ആ ഗ്രാമത്തിൽ കുറേ വീടുകളും ചെറിയ ദാരിദ്ര്യം പിടിച്ച കാഴ്ചകളൊക്കെയാണ് ചുറ്റും. അപ്പോൾ ഞാൻ ഇറങ്ങി, ക്യാമറയായിട്ട് ഇറങ്ങി നടന്നു. അപ്പോൾ ചെല്ലുമ്പോൾ ഒരിടത്ത് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്ത് കയറി ചെല്ലുമ്പോൾ ഒരു പടിക്കെട്ടാണ്. അത് കടന്ന് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കുറേ സ്റ്റെപ്സ് ഇറങ്ങി താഴേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ എത്തുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നത്. അതായത് നമ്മൾ കൊട്ടാരങ്ങൾ കണ്ടിട്ടുണ്ട്, ഭൂമിക്ക് മുകളിൽ ശിലാക്ഷേത്രങ്ങൾ കണ്ടിട്ടുണ്ട്, തഞ്ചാവൂരും അതുപോലെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ശിലയിൽ കൊത്തിയെടുത്ത മനോഹരമായ നിർമ്മിതികൾ. ഇത് ഭൂമിക്കടിയിൽ ഏതാണ്ട് ഒരു 6 നില താഴേക്ക് അതിഗംഭീരമായ ശില്പവിദ്യയുടെ ഒരു ലോകം. ഇതെന്തിൻ്റെയാണെന്നറിയോ? ഒരു കിണർ, ശുദ്ധജലമുള്ളൊരു കിണർ. ഒരു കാലഘട്ടത്തിൽ 1400കളുടെ അവസാനം അവിടുത്തെ ഒരു രാജാവ് പണി കഴിപ്പിച്ച ഒരു കിണറാണിത്. അഡാലജിലെ വാവ് എന്നാണ് അറിയപ്പെടുക. ഗുജറാത്തിയിൽ വാവ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് വെൽ എന്നാണ്. അതിനകത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അത്ഭുത പരതന്ത്രമായി പോകും. അതിവിശാലമായ കെട്ടുകൾ, പടിക്കെട്ടുകൾ, കൊത്തളങ്ങൾ, ജാലകങ്ങൾ എല്ലാം ശിലയിൽ കൊത്തിയെടുത്തിരിക്കുന്നു. ഗംഭീരമായ ചിത്രപ്പണി, കൊത്തുപണികൾ നമ്മളെ അത്ഭുത പരതന്ത്രമാക്കും. അതിലൂടെ താഴേക്ക് ഇറങ്ങി ചെല്ലാം. അതായത് വേനൽക്കാലത്ത്, കടുത്ത വേനൽക്കാലത്തും ഇതിനകത്ത് വെള്ളം ഉണ്ടാവും. അപ്പോൾ ഈ ഗ്രാമീണർ വിശ്രമിക്കാൻ വരുന്ന ഈ കിണറിനകത്താണ്. അവിടേക്ക് കിണറിനകത്തേക്ക് ഇറങ്ങിയിരിക്കാവുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ, ബാൽക്കണികൾ പോലെ. അത് ഭൂമിക്കടിയിലാണ്. എന്തുകൊണ്ടാണെന്നറിയോ? കടുത്ത വേനലിലും 10-40 ഡിഗ്രി സെൽഷ്യസിൽ ചുട്ടുപൊള്ളുമ്പോഴും ഈ കിണറിനകത്ത് നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ആളുകൾ വിശ്രമിക്കാനും ഉറങ്ങാനും വെടിവെട്ടവുമായിട്ടും ഒക്കെ ഈ കിണറ്റി വന്നിരിക്കും. അതിന് പറ്റുന്ന രീതിയിലാണ് ഈ കിണറുകളെ പണിത് വെച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഏതാണ്ട് 120ഓളം വാവുകൾ ഈ ഗുജറാത്തിൽ ഇപ്പോഴും ഉണ്ട്. അതെല്ലാം സംരക്ഷിക്കുന്നുമുണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അപ്പോൾ ആ പുതിയൊരു അറിവാണ് എനിക്കത് കിട്ടിയത്. അവിടുന്ന് ഈ കാഴ്ചയെല്ലാം ഷൂട്ട് ചെയ്ത് തിരിച്ചു കയറുമ്പോൾ ഞാൻ അതിൻ്റെ ചരിത്രം കൂടി ഒന്ന് മനസ്സിലാക്കി. ഇത് പണിയുന്ന കാലത്ത് 1400കളിൽ ദണ്ഡി ദേശം എന്ന് പറയുന്ന ദണ്ഡി ദേശത്തെ ഒരു രാജാവായ വീരസിംഹനായിരുന്നു അവിടെ ഭരിച്ചിരുന്നത് ഈ പ്രദേശമൊക്കെ. ഈ കിണറിൻ്റെ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അടുത്ത അയൽ രാജ്യമായ ചമ്പാനീറിലെ അവിടുത്തെ സുൽത്താൻ മഹമ്മൂദ് ബേഗഡ ഈ പ്രദേശം ആക്രമിച്ചു.
കീഴടക്കി ഈ രാജാവിനെ വധിച്ചു. അപ്പോൾ ഈ രാജാവിനൊരു പത്നിയുണ്ട്, രൂപ എന്നാണ് പേര്, അതീവ സുന്ദരിയായ ഒരു പത്നി. അപ്പോൾ അക്കാലത്ത് രാജ്യങ്ങൾ ആക്രമിക്കുക, കീഴടക്കുക എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ അധികാരം മാത്രമല്ല, അവിടുത്തെ സമ്പത്ത്, അവിടെ സൂക്ഷിച്ചിരിക്കുന്ന സമ്പത്ത് മുഴുവൻ, ഒപ്പം അവിടുത്തെ സ്ത്രീകളും ഈ കീഴടക്കുന്ന ആളുകൾക്ക് സ്വന്തമാണ്. ഈ രാജപത്നിയെ വധിച്ചില്ല, രാജാവിനെ വധിച്ചു. അതീവ സുന്ദരിയായി ഈ രാജപത്നിയെ വിവാഹം കഴിക്കാൻ ഈ മഹമ്മൂദ് ബേഗഡ ആഗ്രഹിച്ചു. സുൽത്താനാണ്. പക്ഷേ രാജപത്നി അപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ സമ്മതിച്ചു വിവാഹം കഴിക്കാം. പക്ഷേ ഒരൊറ്റ കണ്ടീഷനുണ്ട്. ഈ വീരസിംഹൻ രാജാവ് പാതി പണി പൂർത്തിയാക്കിയ ഈ കിണറൊന്ന് പൂർത്തിയാക്കി തരണം. സുൽത്താൻ സമ്മതിച്ചു. ഇദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് പോലെ തന്നെ, വീരസിംഹൻ ആഗ്രഹിച്ചിരുന്ന പോലെ തന്നെ ഈ കിണറിൻ്റെ പണി കഴിഞ്ഞു. വിവാഹം കഴിക്കാൻ പുള്ളി ഇങ്ങനെ റെഡിയായി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ കിണർ കാണാൻ രൂപ വരുന്നു. രൂപ ഈ പടിക്കിണറിൻ്റെ മുകളിലൂടെ നടന്ന്, അപ്പോൾ കിണറിങ്ങനെ നിറഞ്ഞു കിടക്കുക. പണിയെല്ലാം പൂർത്തിയായെന്ന് അവർ മനസ്സിലാക്കി അവർ ആ കിണറ്റിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. ഈ മഹമ്മൂദ് ബേഗഡ എന്ന് പറയുന്ന ആ ചക്രവർത്തിക്ക് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിച്ചില്ല. പക്ഷേ നാട്ടുകാർക്ക് നല്ലൊരു കിണർ കിട്ടി. അങ്ങനെ സ്വന്തം ജീവൻ ത്യജിച്ച് ഈ റാണി ഈ നാട്ടുകാർക്ക് സംഭാവന ചെയ്തതാണ് ഈ കിണറെന്നാണ് വിശ്വാസം. അപ്പോൾ ഈ കഥകളൊക്കെ ഓർത്ത് വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. നമ്മൾ സൗരാഷ്ട്ര പ്രദേശത്തേക്ക് യാത്ര ചെയ്യുകയാണ്. സൗരാഷ്ട്രയിലെ പ്രധാന പട്ടണം എന്ന് പറയുന്നത് ഭാവ്നഗറാണ്. ഭാവ്നഗർ വളരെ പ്രശസ്തമായ പട്ടണമാണ്. അപ്പോൾ ഈ ഭാവ്നഗറിലാണ് എനിക്ക് ഇന്ന് എത്തേണ്ടത്. ഭാവ്നഗറിലാണ് ഇന്ന് രാത്രി എനിക്ക് താമസിക്കേണ്ടത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുറേ അങ്ങ് യാത്ര ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ പരന്ന പ്രദേശമാണ്. അതായത് മലകളോ കുന്നുകളോ ഒന്നുമില്ല, പരന്ന് കിടക്കുന്നു. മാത്രമല്ല മണ്ണിനൊരു കറുത്ത നിറമാണ്. അതായത് കടൽ കയറിക്കിടക്കുന്ന ചതുപ്പ് പ്രദേശമാണ് ഇവിടെ എല്ലാം. ഇപ്പം കടലില്ല. വേലിയേറ്റ സമയത്ത് ചില സീസണുകളിൽ വെള്ളം കയറി വരും, ബാക്കി സമയത്ത് ഒഴിഞ്ഞു പോകും. അപ്പം ഉപ്പുവെള്ളം കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കൊണ്ട് അവിടെ പരന്നിങ്ങനെ കിടക്കുകയാണ്. അത് 100 കണക്കിന് കിലോമീറ്ററാണ്, അല്ലാതെ 1, 2, 3 കിലോമീറ്ററല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഈ 100 കണക്കിന് കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഇത്തരം പരന്ന ഒരു ഭൂമിയിലൂടെയാണ്. ഇന്ത്യയിൽ ഗുജറാത്ത് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിൽ ഇങ്ങനൊരു ഭൂപ്രദേശം ഉണ്ടെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇതിൻ്റെ മറ്റൊരു ഭാഗത്താണ് റൺ ഓഫ് കച്ച്. റൺ ഓഫ് കച്ച് വേറൊരു രീതിയിൽ ഇതേപോലെ തന്നെ കടൽ വെള്ളം ഇങ്ങനെ കയറി കിടന്ന് ഉപ്പിൻ്റെ സമതലങ്ങൾ ഇങ്ങനെ നോക്കത്താ ദൂരം 100 കണക്കിന് 1000 സ്ക്വയർ കിലോമീറ്റർ കിടക്കുന്ന സ്ഥലമാണ് റൺ ഓഫ് കച്ച്. ഇതൊക്കെ അത്ഭുതങ്ങളാണ്, കണ്ടിരിക്കേണ്ട കാഴ്ചകളാണ്. ഇതിലൂടെ പോകുമ്പോൾ ചില ഭാഗത്തെത്തുമ്പം വെളുത്ത കൂനകൾ കാണാം. ഈ റോഡിൻ്റെ 2 വശത്തും കുറച്ച് അകലെയായിട്ട് വെളുത്ത നിറത്തിലുള്ള കൂനകൾ എന്തോ കൂട്ടിയിട്ടിരിക്കുന്നു. അപ്പോൾ അതെന്താണെന്ന് ഞാൻ തുൾസിങ്ങിനോട് ചോദിച്ചപ്പോൾ തുൾസിങ് പറഞ്ഞു ഉപ്പാണ്. എനിക്ക് അങ്ങോട്ടൊന്ന് വണ്ടി വിടാൻ ഞാൻ പറഞ്ഞു. അങ്ങനെ തുൾസിങ് അവിടേക്ക് ഒരു ഉപ്പളത്തിലേക്ക് വണ്ടി വിട്ടു. അവിടെ ചെല്ലുമ്പോൾ അവിടെ പല ഉപ്പളങ്ങളുണ്ട്. അതിൽ ഒരിടത്തേക്ക് കയറി ചെല്ലുമ്പോൾ കുറച്ച് ജോലിക്കാരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ വലിയ കള്ളികൾ കെട്ടി നിർത്തും. ഈ കള്ളികൾ കെട്ടി നിർത്തിയിട്ട് ഈ വേലിയേറ്റ സമയത്ത് ഈ കള്ളികൾക്കകത്ത് നമ്മൾ ഈ പാടത്തിന് വരമ്പ് വെക്കുമല്ലോ, കണ്ടങ്ങൾ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്, കണ്ടങ്ങളാണത്. അവിടുത്തെ കൃഷി ഇറക്കുന്നില്ലെന്നേ ഉള്ളൂ. ഈ കണ്ടത്തിൽ ഈ വേലിയേറ്റ സമയത്ത് ഉപ്പ് കയറി കിടക്കും. വേലി ഇറക്ക സമയത്ത് ഈ കടൽവെള്ളം ഇറങ്ങിപ്പോയെങ്കിലും ഈ കള്ളിക്കകത്ത് ഉപ്പ് നിൽക്കും. പിന്നീട് വേനൽ നല്ല വെയിലത്ത് ഈ വെള്ളം ബാഷ്പമായിട്ട് പോകും. ബാഷ്പമായി പോയി കഴിഞ്ഞ് അടിയിൽ ഉപ്പ് അടിയും. കുറേ ദിവസങ്ങൾ വെയിൽ കൊണ്ട് കഴിയുമ്പോഴത്തേക്കും വെളുത്ത നിറത്തിൽ ഇതിങ്ങനെ ഒരു പാട പോലെ പാടത്തിങ്ങനെ അടിഞ്ഞുകൂടും. ഇതിനെ വടിച്ചു കോരിയെടുത്ത് ശുദ്ധീകരണ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് അതിനെ കൂട്ടി ഇടുന്നതാണ് ഈ സ്ഥലം. ഇവിടെ നിന്ന് ചില ഫാക്ടറികളിലേക്ക് കൊണ്ടുപോയി പാക്കേജ് ചെയ്ത് ഒക്കെ ഇൻഡസ്ട്രിയൽ ആവശ്യത്തിനും ഒക്കെ ഉപ്പ് പ്രോസസ്സ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ വമ്പൻ കൂനകളിൽ ഉപ്പ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ട് ഉപ്പുണ്ടാകുന്നതല്ല, കുറേ ദിവസങ്ങളുടെ സൂര്യനാണ് ഇതിൻ്റെ പ്രധാന ജോലിക്കാരൻ. ബാക്കിയുള്ളവരൊക്കെ വടിച്ചു കോരുകയും കൂന കൂട്ടിയിടുകയും ചാക്കി കൊട്ടുകയും ഒക്കെ ചെയ്യുന്ന ജോലിയുള്ളൂ. JCB ഒക്കെ കൊണ്ടാണ് ഈ ഉപ്പ് കോരുന്നത്. അത്ര ഹ്യൂജായ ക്വാണ്ടിറ്റിയിലാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക വിഭാഗം ആളുകളാണ് ആ തൊഴിൽ ചെയ്യുന്നത്. ഇന്ത്യയിൽ എക്കാലവും പ്രത്യേകിച്ച് പുരാതന കാലം മുതൽ ഓരോ തൊഴിലും ഓരോ വംശങ്ങളോ ഓരോ ഗോത്രങ്ങളോ ചെയ്തിരുന്നത്. അഗാറിയ എന്ന് പറയുന്ന ഒരു ഗോത്രക്കാരാണ് ഈ ഉപ്പിൻ്റെ പണി മുഴുവൻ ചെയ്യുന്നത്. അഗാറിയ ഗോത്രത്തിൽപ്പെട്ടവർ. അവിടുന്ന് വീണ്ടും യാത്ര തുടരുകയാണ്. വീണ്ടും പോകുമ്പോൾ ഇതേപോലെ തന്നെ ഈ ചതുപ്പുകളിലൂടെ പോകുമ്പോൾ മറ്റൊരു കൂട്ടരൂടെ അവിടെയുണ്ട്. നമ്മൾ കുറേ ഓടിക്കഴിയുമ്പോഴത്തേക്ക് ഒരു ഭാഗത്ത് കുറേ കൂടാരങ്ങൾ കാണാം. ഒരു 10-12 കൂടാരങ്ങൾ. ഈ കൂടാരങ്ങൾക്ക് ചുറ്റും ഒരു അര ഏക്കർ സ്ഥലത്തായിട്ട് കുറേയേറെ പശുക്കളും എരുമകളെയും കാണാം. അതായത് ഒരു പ്രത്യേക നാടോടി ഗോത്രങ്ങളാണ് ഈ പ്രദേശത്തെ ഇടയന്മാർ. അവർ പശുക്കളെയും എരുമകളെയും വളർത്തിയാണ് അവർ ജീവിക്കുന്നത്. അത് ഈ കൂടാരങ്ങളൊക്കെ കാണുമ്പം വലിയ പകിട്ടൊന്നും ഇല്ലെന്ന് തോന്നും. പക്ഷേ ഇവർ ഒരു സമൂഹമായിട്ട് അവരുടെ ഒരു ഗ്രാമമാണിത്. അവർ ഒരിടത്തും സെറ്റിൽ ചെയ്തില്ല, ഒരിടത്തും വീട് വെക്കില്ല.
അവർ ഏതാനും ദിവസങ്ങൾ ഇവിടെ പശുക്കളും എരുമകളും ഏതാണ്ട് 10-100 പശുക്കളും എരുമകളും ഒക്കെ കാണും. അവിടെ ഒരു 10-12 കുടുംബങ്ങൾ കാണും. അവരുടെ ഒരു നേതാവുണ്ടാവും, കാർന്നോന്മാരുടെ ഒരു സംഘം ഉണ്ടാവും, പല കുടുംബങ്ങളുടെ തലവന്മാർ. അതിൽ ഏറ്റവും പ്രധാനിയായിരിക്കും ഈ ഗോത്രത്തെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത്, അടുത്തത് എവിടേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്നത്, പുതിയതായി പശുക്കളെ വാങ്ങണമെന്ന് തീരുമാനിക്കുന്നത്, പ്രായവാതിനെ വിൽക്കണമെന്ന് തീരുമാനിക്കുന്നത്, ഇങ്ങനെ എല്ലാം തീരുമാനം എടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവിടെ ഈ കയറ്റുകട്ടിലുകളുണ്ട്. ഈ കട്ടിലുകളിൽ ഇവരിങ്ങനെ ഇരിക്കും, ഒരു ഇതൊക്കെ വലിച്ച് ഹുക്ക പോലത്തെ ഒരു സാധനമൊക്കെ വലിച്ച് അങ്ങനെ ഇരിക്കും. അത് ഇവരുടെ രൂപവും വളരെ വ്യത്യസ്തമാണ്. ട്രഡീഷണൽ രൂപഭാവങ്ങൾ, കാതിൽ കടുക്കൻ, നല്ല കടുക്കനൊക്കെ ഇട്ട് ആ ട്രഡീഷണൽ വസ്ത്രധാരണത്തിലാണ് ഇപ്പോഴും അവരവിടെ ഇരിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു ക്യാമ്പിൽ ഞാൻ വണ്ടി നിർത്തി ഇറങ്ങിച്ചെന്നു. എനിക്കൊരു ചെറിയ പേടിയുണ്ട്, ഇവർ ക്ഷോഭിക്കുമോ, ഇവർ പ്രശ്നം ഉണ്ടാക്കുമോ, ക്യാമറയോടെ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയത്തില്ല. പക്ഷേ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഞാൻ കാര്യം പറഞ്ഞു, കേരളത്തിൽ നിന്നാണ്, ടെലിവിഷന് വേണ്ടിയിട്ടാണ്, ഷൂട്ട് ഒന്ന് എടുത്തോട്ടെ, സമ്മതിച്ചു. അതിൻ്റെ മുഖ്യനെ തന്നെ കിട്ടി, അദ്ദേഹത്തിൻ്റെ ഷോട്ടുകൾ എടുത്തു. അദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചു. ഹുക്കാബായി എന്നാണ് പേര്, ഹുക്കാബായി. ഹുക്കാബായിയുടെ നെറ്റിയിലൊക്കെ പച്ച കുത്തിയിട്ടുണ്ട്, കടുക്കനുണ്ട്, ഒരു പ്രത്യേക ഒരു വേഷഭാവങ്ങളിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇവർ ഭാർവാഡ് എന്ന് പറയുന്ന ഗോത്രക്കാരാണ് ഇവർ. ഈ ഭാർവാഡ് ഗോത്രം പ്രധാനമായിട്ടും ഈ പശുപരിപാലനം, ഇതാണ് ഇവരുടെ ഗോത്ര തൊഴിൽ. നൂറ്റാണ്ടുകളായിട്ട് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഇവർ ഈ തൊഴിൽ മാത്രമേ ചെയ്തുള്ളൂ. ഇപ്പോഴും അതേ തൊഴിൽ ചെയ്ത് ഇങ്ങനെ നാടോടികളായി ജീവിക്കുന്ന 10,000-കണക്കിന് ആളുകളുടെ സമൂഹമാണ് ഈ ഭാർവാടുകൾ എന്ന് പറയുന്നത്. ഗുജറാത്തിൻ്റെ ഏത് ഭാഗത്തും നമുക്കിത് കാണാൻ പറ്റും. ഇവരിങ്ങനെ കൂടാരം അടിച്ച് താമസിക്കുന്നിടത്ത് തന്നെ ഒരു ആവാസ വ്യവസ്ഥ അവരുണ്ടാക്കും. അവിടെ എല്ലാ ദിവസവും 2 നേരം പശുവിനെ കറക്കും, അല്ലെങ്കിൽ എരുമയെ കറക്കും. അത് വലിയ കുറ്റികളിൽ ശേഖരിച്ച് വെക്കും. ഇവരിങ്ങനെ മൂവ് ചെയ്യുന്നത് എങ്ങോട്ടെങ്ങോട്ട് പോകുന്നു എന്നുള്ളത് പാൽ സംഭരണ കേന്ദ്രക്കാർക്ക് അറിയാം. അവർ ബൈക്കിലോ പിക്കപ്പ് വാനിലോ ഒക്കെ വണ്ടി വിട്ട്, ഇവർ ക്യാമ്പ് ചെയ്യുന്നിടത്തേക്ക് വണ്ടി വിട്ട് ഈ പാൽ അവർ വന്ന് അളന്നെടുത്തുകൊണ്ട് പോകും. അവർ പറയും, അടുത്ത ദിവസം ഇനി ഞങ്ങൾ ഇന്നടത്തേക്കാണ് പോകുന്നതെന്ന് പറയും. അപ്പോൾ ഇനി നാളെ മുതൽ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയും. ഇവർ അങ്ങോട്ട് പോയിട്ട് പാലെടുത്തുകൊണ്ട് പോയിട്ടാണ് മാർക്കറ്റിലേക്ക് പോവുക. ഇവർ കൊണ്ടുപോകുന്ന ആളുകൾ ഇവർക്ക് കൂലി കൊടുക്കും, പാലിൻ്റെ പൈസ കൊടുക്കും. ഇങ്ങനെ പശുക്കളും എരുമകളുമായി പാല് വിറ്റ് ജീവിച്ച് നാടോടികളായി സഞ്ചരിക്കുന്ന ഗോത്രവിഭാഗം. ഞാൻ പറഞ്ഞത്, ഇന്ത്യയെ കേരളത്തിലിരുന്നുകൊണ്ട് കമൻറ്റ് ബോക്സുകളിൽ വീരസ്യം അടിക്കുന്ന വിദ്വാന്മാർ ഇന്ത്യ എന്താണ്, ഇന്ത്യയുടെ യാഥാർത്ഥ്യം എന്താണ്, ഇന്ത്യയുടെ ജീവിതം എന്താണ്, ഇന്ത്യയുടെ ഗോത്ര ജീവിതം എന്താണ്, എത്രയെത്ര ഗോത്രങ്ങളുണ്ട്, എന്തെന്തെല്ലാം ആചാരങ്ങളുണ്ട്, അവരൊക്കെ എങ്ങനെ ജീവിക്കുന്നു എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ സർവ്വജ്ഞാനികളെ പോലെ അഭിപ്രായങ്ങളും കമൻറ്റുകളും പരിഹാസങ്ങളും ചൊരിയുന്നത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇന്ത്യ കണ്ടിട്ട് വർത്തമാനം പറയണം നമ്മൾ ഈ സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ. ഈ ക്യാമ്പിൽ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി, അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എത്തി നോക്കുന്നുണ്ട്. ഒരു 10, 12, 13 വയസ്സേ ഉള്ളൂ. സുന്ദരിയാണ്, അവൾ നല്ല വേഷമൊക്കെ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഹുക്കാബായി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവളുടെ വലിയ ആഗ്രഹം സിനിമയിൽ അഭിനയിക്കണമെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, സിനിമയിൽ വന്നില്ലെങ്കിൽ നിന്നെ TV-യിൽ ഞാൻ വരുത്തിയിരിക്കും. അങ്ങനെ അവളെ നിർത്തി അവളുടെ കുറച്ച് ഷോട്ടുകളൊക്കെ എടുത്തു. അതന്ന് സഫാരിയിലൂടെ ആളുകൾ കണ്ടു അവളെ. ഇപ്പോൾ വീണ്ടും ഞാൻ അവളെ കാണിക്കുകയാണ്, അവളുടെ ദൃശ്യങ്ങൾ. അവളിപ്പോൾ വളരെ മുതിർന്നിട്ടുണ്ടാവാം. 2012-ലാണ് ഇവളുടെ ഈ ഷോട്ടുകൾ ഞാൻ എടുക്കുന്നത്. ഇന്ന് ചിലപ്പോൾ അവളൊരു അമ്മയായിട്ടുണ്ടാവാം, ഒരു കുടുംബജീവിതം നയിക്കുകയായിരിക്കാം. അതുമല്ലെങ്കിൽ സിനിമയിലോ അല്ലെങ്കിൽ മോഡലിങ്ങിലേക്കോ പോയിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് അറിയില്ല. ഇങ്ങനെ എത്രയെത്ര ജീവിതങ്ങളെ നമ്മൾ ക്യാമറകളിലൂടെ ഒപ്പിയെടുത്ത് ചരിത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കഴിഞ്ഞു എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇപ്പോൾ ഈ ഭാർവാഡ് ഗോത്രത്തിൻ്റെ ഈ ഗ്രാമത്തിൽ നിന്ന് വീണ്ടും നമ്മൾ യാത്ര ചെയ്യണം. അപ്പോഴത്തേക്ക് നേരെ ഉച്ചയൊക്കെ കഴിഞ്ഞു. നമ്മൾ കുറേയും കൂടി ഓടി ഭാവ്നഗർ പട്ടണത്തിലേക്ക് കയറി. ഈ ഭാവ്നഗർ പട്ടണത്തിൽ രാത്രി വന്ന് താമസിക്കുകയാണെങ്കിലും ഇനിയും നേരം ഇരുട്ടാൻ കുറേ സമയം കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു പട്ടണത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. അലങ്ക് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്, അലങ്ക്. ഈ അലങ്കിനെക്കുറിച്ച് ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട്, നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും. അലങ്ക് എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാലയല്ല, പൊളിക്കൽശാല. അതായത് അറബിക്കടലിൻ്റെ തീരത്താണ് ഈ അലങ്ക് ഗ്രാമം. ഈ അലങ്ക് ഗ്രാമത്തിൽ ഏത് സമയത്തും ഒരു 30 കപ്പലെങ്കിലും, കൂറ്റൻ ഉല്ലാസ നൗകകളും ടാങ്കറുകളും ഉൾപ്പെടുന്ന കപ്പലുകൾ ഇങ്ങനെ തീരത്തേക്ക് ഇങ്ങനെ കയറ്റിയിട്ടിട്ട് പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. 30, 40, 50 കപ്പലുകൾ, ചില സീസണുകളിൽ 60, 70, 80 കപ്പലുകൾ ഒരേ സമയം ഉണ്ടാവും. ആയിരക്കണക്കിന് കപ്പലുകളുടെ ശവപ്പറമ്പാണ് അലങ്ക് എന്ന് പറയുന്നൊരു ഗ്രാമം. അവിടെ ഇങ്ങനെ കടലിൻ്റെ തീരത്തേക്ക് ഇങ്ങനെ ഈ കപ്പൽ എത്രയുണ്ടെന്ന് നമുക്കറിയാം, കൂറ്റൻ ഉല്ലാസ നൗകകൾ. അതിൻ്റെ കാലം കഴിയുമ്പോഴേക്കും അവർ ലേലം ചെയ്ത് ടെൻഡർ ചെയ്ത് വിൽക്കും. അതിനെ ഈ അലങ്കിലുള്ള ആളുകൾ വാങ്ങും, അല്ലെങ്കിൽ അതിൻ്റെ കോൺട്രാക്ടർമാർ വാങ്ങിയിട്ട് ഈ ലോകത്ത് കപ്പൽ പൊളിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം, അതിനുള്ള തൊഴിലാളികൾ, അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഉള്ളത് ഈ അലങ്ക് ഗ്രാമമാണ്. ഈ കപ്പലിനെ ഓടിച്ചിങ്ങോട്ട് കൊണ്ടുവരും. ഈ കടലിലൂടെ ഈ ഉല്ലാസ നൗകകൾ, ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളുമായി ലോകം മുഴുവൻ ചുറ്റിക്കൊണ്ടിരുന്ന ഈ കൂറ്റൻ ഉല്ലാസ നൗകകൾ ഈ അലങ്ങിൻ്റെ ചെളി നിറഞ്ഞ ഈ തീരത്തേക്ക് കയറി വരും. ഈ അലങ്ങിലേക്ക് കൊണ്ടുവരാനൊരു കാരണം എന്താ അറിയോ, അവിടെ വേലിയേറ്റത്തിന് ചില സീസണിൽ ഭയങ്കര ഹൈറ്റിൽ വരും.
എന്നാൽ ചില സീസണിൽ അത് കണ്ടമാനം താഴും. അപ്പോൾ ഈ വേലിയേറ്റം ഭയങ്കരമായി കൂടുതലുള്ള സീസണിൽ കപ്പൽ ഓടിച്ചു കൊണ്ടുവന്ന് ഇങ്ങനെ കയറ്റി കഴിഞ്ഞാൽ വേലിയേറ്റം കുറയുന്ന സമയത്ത് ഇത് തീരത്തങ്ങ് ഉറച്ചിരിക്കും. പിന്നെ ഈ അടുത്ത വേലിയേറ്റം വരുന്നത് വരെ ഇത് ഏതാണ്ട് കരയിലിരിക്കുന്ന പോലെ ഈ കപ്പൽ. അപ്പോൾ ഇവർക്ക് പൊളിക്കാനെല്ലാം സൗകര്യമാണ്. നമ്മൾ ഈ അലങ്കിലേക്ക് എത്തുന്ന സമയത്ത് അലങ്ക് ഗ്രാമത്തിലേക്ക് കയറി അങ്ങ് ചെല്ലുമ്പോൾ, ഇന്നതൊരു ചെറിയ പട്ടണമായിട്ട് വളർന്നു, അവിടെ മുഴുവൻ റോഡ് സൈഡിൽ 100 കണക്കിന് കടകളാണ്. അതായത് നമ്മൾ ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ ഫർണിച്ചർ ഷോപ്പുകളുണ്ടല്ലോ വഴിയരികെ മുഴുവൻ. ചില പ്രദേശങ്ങൾ അതിനുവേണ്ടി പ്രശസ്തമാണല്ലോ. അല്ലെങ്കിൽ മറ്റൊരിടത്ത് ഓട്ടോമൊബൈലിൻ്റെ സ്പെയർ പാർട്സിൻ്റെ കടകൾ മാത്രമുള്ള തെരുവുകൾ എന്നൊക്കെ പറയുന്ന പോലെ ഈ അലങ്ക് ഗ്രാമത്തിൽ കാണുന്ന കടകൾ മുഴുവൻ എന്താണെന്നറിയോ? കിച്ചൺ സിങ്കുകൾ, ഫർണിച്ചറുകൾ, പാത്രങ്ങൾ, ലോക നിലവാരമുള്ള പ്ലേറ്റുകൾ, കപ്പുകൾ, സോസറുകൾ, AC, അതുപോലെ തന്നെ പ്ലൈവുഡ്, പലതരം ഉപകരണങ്ങൾ, ഇതെല്ലാം ഈ കൊണ്ടുവരുന്ന ലോകത്തെ ഏറ്റവും ആഡംബരത്വം നിറഞ്ഞ കപ്പലുകൾ പൊളിക്കുന്നതിന് മുമ്പ് അതിനകത്തെ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി വെച്ചിരുന്ന കിച്ചണിലെയും റെസ്റ്റോറൻറ്റിലെയും ബെഡ്റൂമിലെയും ബെഡുകൾ, മാട്രസുകൾ, AC, ജഗ് എന്നു വേണ്ട സർവ്വ സാധനങ്ങളും, ഇത് ഓരോരോ സാധനങ്ങൾ പല ഷോപ്പുകളിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് നിസ്സാര വിലയ്ക്ക്. എന്തിനേറെ ലൈഫ് ബോട്ടുകൾ വരെയുണ്ട്. കൂറ്റൻ കപ്പലുകളിലെ ലൈഫ് ബോട്ടുകളുണ്ടല്ലോ, രക്ഷപ്പെടാനുള്ള ബോട്ടുകൾ, അത് 10-30 അടി നീളമുള്ളതാണ്. അതുവരെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. ലൈഫ് ജാക്കറ്റുകൾ കപ്പലുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും, പക്ഷേ ഇതെല്ലാം നിത്യോപയോഗത്തിനുള്ളതാണ്. ഇതിൽ പലതും ഇന്ന് കേരളത്തിലേക്കും ആളുകൾ കൊണ്ടുവന്ന് തുടങ്ങി. അതാണ് ചില വഴിയരികളിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ സിങ്കുകൾ മാത്രം ചില തെരുവോരത്ത് വിൽക്കാൻ വെച്ച് കണ്ടിട്ടില്ലേ? ഇത് പലതും ഈ അലങ്ങിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. ഞാൻ ഈ 2012 പോകുമ്പോൾ ഞാൻ ശരിക്കും അന്ന് ചിന്തിച്ചിരുന്നു, ഒരു ടെലിവിഷൻ ചാനൽ തുടങ്ങാൻ പദ്ധതി ഇട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ അലങ്കിൽ നിന്ന് ഈ സാധനം മേടിച്ച് കേരളത്തിൽ കൊണ്ടുവരുന്ന വിൽക്കുന്ന ഒരു കച്ചവടം തുടങ്ങിയാൽ മതി. ഭയങ്കര ലാഭമാണ്. കാരണം നമ്മൾ സങ്കല്പിക്കാത്ത നിസാര വിലയ്ക്കാണ് ഈ സാധനങ്ങൾ കിട്ടുക നമുക്ക്. അതായത് കിച്ചൺ സിങ്ക്, കിച്ചണിലേക്കുള്ള ഉപകരണങ്ങൾ, സ്റ്റൗകൾ, റെസ്റ്റോറൻറ്റിലേക്ക് വേണ്ട ഉപകരണങ്ങൾ, ചെയറുകൾ, മേശകൾ, ഡൈനിങ് ടേബിളുകൾ, അതിഗംഭീരമായ റെസ്റ്റോറൻറ്റ് ചെയറുകൾ, ബെഡുകൾ, ബെഡ്ഷീറ്റുകൾ, ടർക്കികൾ, ലിനൻ ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതും. പുതിയ കപ്പലുകളിൽ ഇത് നിരന്തരം കുറേ സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ. കപ്പൽ ഈ പൊളിക്കാൻ കൊടുക്കുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കാത്ത സാധനങ്ങളുടെയും വലിയ സ്റ്റോക്ക് ഉണ്ടാവും. ഒരു കപ്പലിൽ 4500-5000 ടൂറിസ്റ്റുകളാണ് യാത്ര ചെയ്യുക. അത്രയും ആളുകൾക്ക് വേണ്ട സാധനങ്ങളുടെ സ്റ്റോക്ക് ഈ കപ്പലിലുണ്ടാവും. ഇത് മൊന്നാകിയ ഇതിനകത്ത് നമ്മൾ ദാരിദ്ര്യം എടുത്തുകൊണ്ട് പോകുന്നില്ല, പ്രത്യേകിച്ച് ഇത്തരം വമ്പൻ ആഡംബര കപ്പലുകളുടെ ഉടമകൾ. അത് മൊത്തമായിട്ട് ഇങ്ങ് കൊടുക്കുകയാണ്. ഇവിടെ വന്നിട്ട് ഇതിനെ അങ്ങോട്ട് ഓരോന്ന് അഴിച്ചെടുത്ത് സ്ക്രാപ്പ് ചെയ്യുകയാണ്. കൂടാതെ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ആടുകളിൽ നിന്ന് നിരവധി, ഇപ്പോൾ 40 കപ്പൽ പൊളിക്കുന്നുണ്ടെങ്കിൽ 40-50 കമ്പനികൾ, സ്ഥാപനങ്ങളാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നെല്ലാം ദിവസവും 2, 3, 4 ട്രക്കുകളിൽ ഉരുക്ക് തൊട്ടടുത്തുള്ള ഒരു ഉരുക്ക് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കപ്പൽ കട്ട് ചെയ്ത് അതിൻ്റെ ഉരുക്കും തകിടുകളും ഷീറ്റുകളും എല്ലാം എടുത്ത് സംസ്കരിച്ച് വീണ്ടും ഇരുമ്പാക്കുക. വലിയൊരു ഇൻഡസ്ട്രിയൽ ഏരിയയായി മാറി. അപ്പോൾ ഇത് പൊളിക്കുന്നതെന്ന് കാണാൻ വേണ്ടി ഞാൻ ഈ അലങ്കിൻ്റെ ഈ പൊളിക്കൽ പ്രദേശത്തേക്ക് ഏതാണ്ട് 2-4 കിലോമീറ്റർ നീളത്തിൽ കടൽത്തീരം മുഴുവൻ ഇങ്ങനെ കപ്പലുകൾ ഇങ്ങനെ കയറ്റിയിട്ടിരിക്കുക. വമ്പൻ കപ്പലുകൾ, ചെറിയ ബോട്ടുകളല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഗേറ്റിനകത്തേക്ക് നമ്മളെ കയറ്റി വിടില്ല, കനത്ത സെക്യൂരിറ്റി. ഒടുവിൽ ധൂൾ സിംഗ് പറഞ്ഞു, സാർ നമുക്ക് വേറൊരു വഴിക്ക് പോയിട്ട് നിങ്ങൾക്ക് അടുത്ത് പോകാൻ പറ്റില്ല, പുറത്തു നിന്ന് ഷൂട്ട് ചെയ്യാം. അങ്ങനെ എന്നെ ഒരു മതിലിൻ്റെ ഒരു ഒഴിഞ്ഞൊരു സ്ഥലത്ത് കൊണ്ടുപോയി കാണിച്ചു തന്നു. അവിടെ നിന്ന് ഞാൻ കണ്ടു, അവിടെ ഈ ചെളിയാണ്, ഈ പറഞ്ഞില്ലേ വെള്ളം ഈ കടൽ തീരത്തെ എക്കലടിഞ്ഞ് കിടക്കുകയാണ്. അതിനകത്തേക്കാണ് കപ്പൽ കയറ്റി കിടക്കുന്നത്. ആ ചെളിക്കകത്താണ് ഈ പണി മുഴുവൻ നടക്കുന്നത്. നമുക്കൊട്ടും വൃത്തിയുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ കപ്പൽ ഇങ്ങനെ ഗ്യാസ് കട്ടർ കൊണ്ട് ഇങ്ങനെ പീസാക്കിക്കൊണ്ടിരിക്കുന്നു, അഴിച്ചിറക്കിക്കൊണ്ടിരിക്കുന്നു, നിരവധി പ്രോസസ്സുകൾ നടക്കുന്നു. അതായത് കപ്പലിൻ്റെ ശവപ്പറമ്പ്, ലോകത്തിൽ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ കേന്ദ്രം, 40 കൊല്ലമായിട്ട് അതവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ശരിക്കും പറഞ്ഞത്. പക്ഷേ അതൊരു ടൂറിസം ആക്ടിവിറ്റി ആയിട്ട് അത് മാറിയിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ ലോകത്തു നിന്ന് ധാരാളം ആളുകൾ അവിടെ എത്തിയേനെ. അങ്ങനെ ഈ അലങ്കിലെ ഈ കാഴ്ചകളെല്ലാം ഷൂട്ട് ചെയ്ത് ഞങ്ങൾ തിരിച്ച് ഭാവനഗറിലേക്ക് പോവുകയാണ്. ഭാവനഗറിൽ ചെല്ലുന്നത് ഇന്ന് മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്, താമസിക്കാൻ ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത് ഒരു ഹോട്ടലിലല്ല, ഒരു കൊട്ടാരത്തിലാണ്. ഭാവനഗറിലെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ. ആ കൊട്ടാരത്തിൻ്റെ പേര് നീലംബാഗ് പാലസ് എന്നാണ്. കല്ലുകൊണ്ടുണ്ടാക്കിയ 2 നിലയുള്ള വമ്പനൊരു കൊട്ടാരം, ഗംഭീര ഒരു കൊട്ടാരമാണ്. അതിന് 150 വർഷത്തെ ചരിത്രമുള്ളൊരു കൊട്ടാരമാണ്. അങ്ങനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായി ഒരു കൊട്ടാരത്തിൽ കിടന്ന് യഥാർത്ഥ രാജാവും പരിവാരങ്ങളും ഉറങ്ങിയിരുന്ന ഒരു കൊട്ടാരത്തിലാണ് അന്ന് രാത്രി എൻ്റെ ഉറക്കം. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ.
ഫോൺ 9995 444 222.